അവൻ പുറത്തേക്ക് നോക്കി. വെയിൽ തീരെ മാഞ്ഞു കഴിഞ്ഞു. ഇരുട്ട് വന്നു കയറിയിട്ടില്ല. മാനം കറുത്തു നിൽക്കുന്നു. ഇരുട്ടായാൽ ഇരുവശത്തും കൈതക്കാടുകൾ വളരുന്ന ആ ഇടവഴിയിലൂടെ പോകാൻ ഇത്തിരി ഭയമുണ്ട്. ആ വഴിയുടെ വക്കിലാണത്രേ മന്ത്രവാദി ഏരോമനെ ദഹിപ്പിച്ചത്. അല്പം മടി തോന്നി. ഇനി നാളെ മതിയമ്മേ. ഒരു തുള്ളി തൊട്ടു പെരട്ടാൻ കൂടിയില്ലടാ, ഒറ്റ ഓട്ടത്തിന് വാ. അവൻ വീണ്ടും സംശയിച്ചു നിന്നു. പേടിയുടെ കാര്യം പറഞ്ഞാൽ അമ്മ പോകേണ്ടെന്നു പറയും. പക്ഷേ അത് കുറവല്ലേ. അവൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. 8-ലാണവൻ പഠിക്കുന്നത്. ക്ലാസ്സിലെ മോണിറ്ററാക്കിയത് മാഷ് അവനെയാണ്. ചെല്ലപ്പുണ്യെ, വേഗം കൊണ്ടെന്നാൽ ഉള്ളി മൂപ്പിച്ച് ചോറ് തരുണ്ട്. പിന്നെ അവന് സംശയമുണ്ടായില്ല. കാശും കുപ്പിയും എടുത്തേരൂ. ഉള്ളി മൂപ്പിച്ച് ചോറ് എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. 2-3 തവണയേ അതിൻ്റെ സ്വാദറിഞ്ഞിട്ടുള്ളൂ. ചീനച്ചട്ടിയിൽ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊഴിച്ച് അടുപ്പത്ത് വയ്ക്കും. ഉള്ളി പുകയാൻ തുടങ്ങുമ്പോൾ അമ്മ ചട്ടുകം കൊണ്ട് ചോറ് കോരിയിടുന്നു. അത് കിണ്ണത്തിലാക്കി മുമ്പിലെത്തിയാൽ ഒരു മണം പൊങ്ങാനുണ്ട്. ഹായ്, ഓർക്കുമ്പോൾ ഒരു കുടം വെള്ളം മുറും വായിൽ. അണ ചുവന്ന ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ട് കുപ്പിയുമെടുത്ത് അവൻ പുറത്തേക്കൊരോട്ടം കൊടുത്തു. കൈതക്കാടുകൾക്ക് നടുക്കുള്ള ഇടവഴിയുടെ തുടക്കത്തിലെത്തിയപ്പോൾ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു നിന്നു. ഇല്ല, അത്രക്കിരുട്ടായിട്ടൊന്നുമില്ല. എങ്കിലും ഇടതൂർന്ന കൈതക്കൂട്ടമല്ലേ ഇരുപുറത്തും. കൈതക്കൂട്ടത്തിനിടയിലെ മാളങ്ങളിലാണത്രേ മൂർഖൻ പാമ്പുകൾ താമസിക്കുക. കൈതപ്പൂവിൻ്റെ മണം പാമ്പിന് ഇഷ്ടമാണത്രേ. നല്ല മണം, നല്ല പാട്ട്, ചന്തമുള്ള പെണ്ണുങ്ങൾ, ഇതൊക്കെയാണ് വല്ലാത്ത വിഷമുള്ള മൂർഖൻ പാമ്പിന് ഇഷ്ടം. വിഷമുള്ള പാമ്പുകൾക്ക് മാത്രമാണാവോ ഇത്? ഇടവഴിയിലെ ഓരോ കല്ലും പടവും കുഴിയും അവന് സുപരിചിതമാണ്. പതുക്കെ പോകുമ്പോഴല്ലേ പേടിക്കാനുള്ളൂ. കുതിച്ചൊരോട്ടം കൊടുത്തു. മറുതലയിൽ പാടത്തിൻ്റെ മുഖത്തെത്തിയപ്പോഴേ നിന്നുള്ളൂ. ഒരു കണ്ടം കടന്നാൽ അങ്ങാടിയായി. പുഴവക്കത്ത് തന്നെയാണ് അങ്ങാടി. എല്ലാം വൈക്കോൽ മേഞ്ഞ പീടികകളാണ്. ഓടിട്ട പീടിക ഒന്നേയുള്ളൂ. അതിൽ കച്ചവടമില്ല. മുകളിൽ ആരോ താമസമാണ്. പീടികകളിൽ വിളക്ക് കത്താൻ തുടങ്ങിയിരിക്കുന്നു. മിക്കതും മുനിയുന്ന 14 നമ്പർ വിളക്കുകളാണ്. യൂസുപ്പിൻ്റെ പീടികയിൽ മാത്രമേ പെട്രോമാക്സ് വിളക്കുള്ളൂ. അതാണ് ഗ്രാമത്തിലെ വലിയ പീടിക. അവിടെ മാത്രമേ വിഷുവെടുത്താൽ പടക്കം വിൽപ്പനയ്ക്ക് വയ്ക്കാറുള്ളൂ. പുതുതായി പട്ടാമ്പിയിൽ നിന്ന് ഒരു തുന്നൽക്കാരൻ വന്നിട്ടുണ്ട്. കൂടല്ലൂരിലെ ആദ്യത്തെ തുന്നൽക്കാരനാണ്. അവൻ മെഷീൻ വെച്ച് തുന്നാനിരിക്കുന്നതും യൂസുപ്പിൻ്റെ പീടികയിലാണ്. യൂസുപ്പിൻ്റെ പീടികയിൽ പോകുന്നത് അപ്പുണ്ണിക്കിഷ്ടമാണ്. കൂട്ടത്തിൽ തുന്നുന്നതും കാണാമല്ലോ. സൂചി കടകടയെന്ന് ശബ്ദിച്ചുകൊണ്ട് ധൃതിയിൽ താണു പൊങ്ങുന്നു.